Good afternoon, all. Good afternoon. Good afternoon. Clear ആണോ? Hi. കേൾക്കാൻ പറ്റുന്നുണ്ടോ മിസ് പറയുന്നത്? ക്ലിയർ ആണോ മിസ് പറയുന്നത്? How are you all? Had your lunch? Yes, ma'am. I am fine. Okay, yes, ma'am. Okay. Then കുറച്ച് പേരെ ജോയിൻ ചെയ്തിട്ടുള്ളൂ, so we'll wait. When we stopped in the last session, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ റിപ്പോർട്ട് സ്പീച്ച് എവിടെ വരെയായി? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് സെന്റൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. ഫിനിഷ് ആയില്ലേ നമ്മള്? It's finished or not? Say ഡിക്ലറേറ്റീവ് ടൈപ്പ് സെന്റൻസ് ആണ് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്തത്. അത് കംപ്ലീറ്റഡ് ആണോ? കംപ്ലീറ്റ് ചെയ്തോ? Is anyone? Excuse me. Or complete ഡിസ്കസ് ചെയ്തോ? കേൾക്കാൻ പറ്റുന്നില്ലേ മിസ് പറയുന്നത്? കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ്. നമ്മളത് കംപ്ലീറ്റ് ചെയ്തോ? മാം അത് നോട്ട് ഇട്ടിട്ടില്ല കേട്ടോ. നോട്ട് വന്നിട്ടില്ല? ഇല്ല. നോട്ട് അടിച്ചിട്ടില്ല. ഒന്ന് ബാക്കിയുള്ളവരും കൂടെ റിപ്ലൈ ചെയ്തേ. കിട്ടിയോ? നോട്ട് കിട്ടിയില്ല അല്ലെ? മിസ് പറയാം കേട്ടോ. മിസ് പറയാം. ഓക്കെ, ഒരു ക്ലാസ്സിന്റെ മാത്രം വന്നോളൂ അല്ലേ? ഓക്കെ, ഇത് ചെക്ക് ചെയ്യട്ടെ മിസ്, എന്നിട്ട് സെൻഡ് ചെയ്യാൻ പറയാം. ഓക്കെ, then we finish that portion. I think that declarative sentence, how it is changed to reported speech, right? Okay. Only few joined. Okay, fine, let's start. You understand that portion? You understand? If you have any doubts, we discussed it before, and if you have any doubts related to that, what we have covered in the last session. Shyama, hi. Phone. Any doubts you have related to that portion, what we have covered? Recorded speech. Clear ആണോ എല്ലാവർക്കും? Is it clear? Yes or no? Yes. Can I ask you some questions related to that? I want to know whether it is clear or not. Can I ask you some questions? You have to change into reported speech. Only 6 of them, including me. Oh my God. Then, okay, take the next portion. Okay, just a second. Sorry for that. Just a second.
Can you see it? Can you see it? Yes. Okay, നമ്മളിത് ഡിസ്കസ് ചെയ്തതാണോ കഴിഞ്ഞ ക്ലാസ്സിൽ? എങ്ങനെ ഇമ്പറേറ്റീവ് സെന്റൻസ് എങ്ങനെയാണ് ഡയറക്റ്റ് സ്പീച്ചിലേക്ക് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുന്നതെന്ന് ഡിസ്കസ് ചെയ്തായിരുന്നോ? Imperative sentence means request, commands, orders, advice. ഇല്ല മാം, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് അതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. അതൊക്കെ ചേഞ്ചസ് ഒന്നും ഇല്ലാതെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, will, would, shall, should, can, could അതെല്ലാം നമ്മൾ ചെയ്തതല്ലേ? കംപ്ലീറ്റഡ് ആണോ? Okay, fine. Then imperative tense sentence, how it is changed. അല്ലെ, എങ്ങനെയാണ് imperative sentence, അതായത് request, command, order, advice, ഇതെല്ലാം എങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് വയ്ക്കാം കേട്ടോ. ഐ തിങ്ക് കുറച്ച് പേരെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, then add the reporting words such as requested, ordered, advised. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ഡിക്ലറേറ്റീവ് ടെക്സ്റ്റ് സെന്റൻസിലെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ റിപ്പോർട്ടിംഗ് വേർഡ്സ് ആണ് ആഡ് ചെയ്തത്? സെഡ്, ടോൾഡ് അല്ലെ? അതിന് പകരം ഇവിടെ ഇമ്പരേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ റിക്വസ്റ്റ് ആണ്, കമാൻഡ് ആണ്, ഓർഡർ അല്ലെ? Can you give me some examples for imperative sentence? Imperative sentence ine കുറച്ച് examples പറയോ? Make a sentence. Excuse me. Imperative sentence. Please. Please ഉപയോഗിച്ച് പറയോ? Please give me some water. Please do this for me. Okay. Please do me. Kindly bring this for me. Kindly bring it. അല്ലെ? Kindly ഉപയോഗിച്ച് നമ്മൾ റിക്വസ്റ്റ് ചെയ്യും. Don't open the door. Open the door. Don't open it. Don't behave like this. അങ്ങനെയൊക്കെ നമ്മളൊരു ഓർഡർ, കമാൻഡ് അങ്ങനെ ചെയ്യാറ്. Give me a pen. Yes. റിക്വസ്റ്റ് ആകാം, കമാൻഡ് ആകാം, ഓർഡർ, അഡ്വൈസ് ആകാം. Do your exercise regularly. It's a hard work. You work hard for an examination. It's an advice. അല്ലെ? അഡ്വൈസ് ആകാം. ഇതൊക്കെ ഇമ്പരേറ്റീവ് ടൈപ്പ് സെന്റൻസ് ആണ്. സോ ഇതെങ്ങനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച്, അതായത് റിപ്പോർട്ടിംഗ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ വളരെ ചേഞ്ചസ്, എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ടെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഫസ്റ്റ് റിപ്പോർട്ടിംഗ് വെർബ് ആഡ് ചെയ്യാൻ പറഞ്ഞു അല്ലെ? റിപ്പോർട്ടിംഗ് വെർബ് നമ്മൾ സെന്റൻസ് മറ്റേ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ കണ്ടത് സെഡ്, ടോൾഡ് അങ്ങനെയുള്ള റിപ്പോർട്ടിംഗ് വെർബ്സ് ആണ് ആഡ് ചെയ്തത്. അതിന് പകരം ഇവിടെ ഇമ്പരേറ്റീവ് സെന്റൻസിൽ ഏതാണ്? റിക്വസ്റ്റഡ്, ഓർഡേഡ്, അഡ്വൈസ്ഡ് അല്ലെ? ഈ റിപ്പോർട്ടിംഗ് വെർബ്സ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? റിപ്പോർട്ടിംഗ് വെർബ്സ് സച്ച് ആസ് റിക്വസ്റ്റഡ്, ഓർഡേഡ്, അഡ്വൈസ്ഡ് എക്സെട്ര we add when we change imperative sentence into reported speech. മനസ്സിലാവുന്നുണ്ടോ? Then next one, കണക്ഷൻ വേർഡ് ആയിട്ട് നമ്മൾ നേരത്തെ ദാറ്റ് ഉപയോഗിച്ചു, കൺജങ്ഷൻ ദാറ്റ് ആണ് ഉപയോഗിച്ചത്. ഇവിടെ എന്തിനെ? ഇൻഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റിന് മുൻപിലായിട്ട് ഏത് പ്രിപ്പോസിഷൻ? ടു ആണ് ഉപയോഗിക്കുന്നത്. കണക്റ്റീവ് വേർഡ് ആയിട്ട് ടു ഉപയോഗിക്കുന്നു. കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡ് എന്താണ്? ടു ആണ് ഉപയോഗിക്കുന്നത്. യൂസ് ദ പ്രിപ്പോസിഷൻ ടു ബിഫോർ ദ ഇൻഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇൻഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റിന് മുൻപിലായിട്ട് ടു ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. The next one is words please, kindly, etc. are omitted. അതായത് നമ്മളിപ്പോ പറഞ്ഞു please give me some water, it's a request. So when we report it to another person അല്ലെ, നമ്മൾ വേറൊരാളോട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ വേർഡ്സ് എല്ലാം omit ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഈ വേർഡ്സ് എല്ലാം please, kindly, all these words we omitted when we report it to another person. Clear ആണോ? If the imperative sentence starts with a don't, don't ഉപയോഗിച്ച് don't open the door, don't behave like this, don't do this, ചെയ്യരുത് അല്ലെ, ചെയ്യരുത്, it's an order അല്ലെ? don't ഉപയോഗിച്ച് വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്, don't ഉപയോഗിച്ച് വരുന്ന സെന്റൻസ് ആണ് എങ്കിൽ എന്ത് ഉപയോഗിക്കുന്നു? it is changed to not to അല്ലെ? not to ആയിട്ട്. He said not to open the door. Not to open the door. He said not to open the door.
he advised, he commanded not to open the door. Okay, don't open the door. He commanded, he ordered not to open the door. അങ്ങനെയായിട്ട് മാറുന്നു. Clear ആണോ? First one എന്തായിരുന്നു reporting such as asked. Sorry, asked വരുന്നത് നമുക്ക് question ആണെങ്കിലാണ് കേട്ടോ. Asked. Okay, ഇവിടെ വരുന്നത് requested, ordered, advised. Okay, reporting ഏതൊക്കെയാണ്? Requested, ordered, advised. Then next one connective word ആയിട്ട് അവിടെ to ഉപയോഗിക്കുന്നു. Okay, to ഉപയോഗിച്ചിട്ടാണ് indirect statementന് മുൻപിലായിട്ട് to ഉപയോഗിച്ചാണ് ഉപയോഗിക്കുന്നത്. The next one, the words like kindly, please to be omitted. Omit ചെയ്യുന്നു, കളയുന്നു. അതായത് റിപ്പോർട്ടർ സ്പീച്ചില് ഈ വേർഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. The next one is don't become what not to. Okay, don't become not to. Don't not to ഉപയോഗിച്ചിട്ടാണ് റിപ്പോർട്ടർ സ്പീച്ചിൽ പറയുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. Please give me, sorry, Rama said to Ravan. ക്ലിയർ ആണോ? റൂൾസ് ക്ലിയർ ആയോ എല്ലാവർക്കും? ഇനി കുറച്ച് എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും കേട്ടോ. ക്ലിയർ ആണോ? Excuse me, clear? Okay, what about others? Just now said it's clear. Then what about others? Please respond. Please respond. Okay. 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 Then Rama said to Ravana. Rama പറയുന്നു, രാവണനോട് പറയുവാ എന്താ? Go away. അല്ലെ? ദൂരെ പോവാൻ പറയുന്നു അല്ലെ? Go away. Rama ordered. It's an order. So in the reported speech we change that reported verb. അല്ലെ? Reporting verb നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. എങ്ങനെ പറയുന്നു? Rama ordered Ravana. കണക്റ്റീവ് വേർഡ് എവിടെ ഏതാ ഉപയോഗിച്ചത്? കണക്റ്റീവ് വേർഡ് ആയിട്ട് to go away. To go away. വേറെ ഒരു വ്യത്യാസങ്ങളും വരുന്നില്ല കേട്ടോ. To go away. Rama ordered Ravana to go away. The next one, please give me some food. The beggar said to her. അവിടെ ഒരു കറക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ താഴെ ആൻസറിലെ. നോക്കിക്കോ. The beggar requested her. അവളോട് റിക്വസ്റ്റ് ചെയ്തു. Him അല്ല, അവിടെ her ആണ് പറയണ്ടേ. The beggar requested her to give him some food. To give him, അവന് തരാനാണ് അവൻ പറഞ്ഞത് അല്ലെ? വേറൊരാളോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ the beggar requested her. അവളോട് പറഞ്ഞത് the beggar requested her to give him some food. അവന് കൊടുക്കാനായിട്ട് അവൻ റിക്വസ്റ്റ് ചെയ്തു. To give some food. അല്ലെ? To give him some food. Clear ആണോ? Please vomit ചെയ്തു അവിടെ. Please vomit ചെയ്തു. Requested him to give him some food. അങ്ങനെ കറക്റ്റ് ചെയ്ത് എഴുതണം കേട്ടോ. Okay, the beggar requested him to give her some food. Clear ആണോ? The next one, the teacher advised. അതായത് ഡയറക്റ്റ് സ്പീച്ചിൽ അത് ലാസ്റ്റ് ആയാലും കൊടുക്കാവുന്നതാണ്. ആരോട് പറഞ്ഞു എന്ന്. Work hard. The teacher said to the students. The teacher said to the students. അതെങ്ങനെ? ഇതൊരു അഡ്വൈസ് ആണ്. Work hard for an examination to get good results. Work hard. Okay, അതായത് നന്നായി പരിശ്രമിക്കൂ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അഡ്വൈസ്. അല്ലെ? The teacher advised. റിപ്പോർട്ടിംഗ് വെർബ് advised എന്നായിട്ട് മാറി. The teacher advised the students. അല്ലെ? Teacher advised the students to work hard. അതങ്ങനെ ചേഞ്ച് ചെയ്യുന്നു. The teacher advised the students to work hard. Clear ആണോ? Clear? Clear ആണോ? Yes. The next one, he said to me. അവൻ എന്നോട് പറഞ്ഞു. He said to me, let me go. എന്നെ പോകാൻ അനുവദിക്കൂ. ലെറ്റ് അനുവാദം മേടിക്കുന്നു അല്ലെ? Let me go. Let's go. നമുക്ക് പോകാം അല്ലെ? Let's go. Let me go. Okay, എന്നെ പോകാൻ അനുവദിക്കൂ. അതെങ്ങനെയായിട്ട് ചേഞ്ച് ചെയ്തു? He requested me. Okay, he requested me. അവൻ എന്നോട് അപേക്ഷിച്ചു. To let him. Me എന്തായിട്ട് മാറി അവിടെ? അവനോട് അല്ലെ? അവനോട് പോകാൻ അല്ലെ? Let him. അവനെ അനുവദിക്കാൻ അവൻ എന്നോട് റിക്വസ്റ്റ് ചെയ്തു. He requested me to. വേറൊരാളോട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവൻ എന്നോട് അനുവാദം ചോദിച്ചു. അങ്ങനെയല്ലേ ചോദിക്കുന്നേ അല്ലേ? അവൻ എന്നോട് അനുവാദം ചോദിച്ചു, പോകാൻ അനുവാദം ചോദിച്ചു. He requested me to let him go. അല്ലേ? Let him go. Me change to what? Him ആയിട്ട് മാറി. Me change ചെയ്തു him ആയിട്ട് മാറി.
Then he told me, he told me, don't listen to this rubbish. Rubbish don't listen. Don't listen to this rubbish talk. Correct. Don't listen to this rubbish. He told me, എന്തായിട്ട് മാറി അവൻ എന്നെ ഉപദേശിക്കുകയാണ് അല്ലെ റബ്ബിഷ് ടോക്കിന് നീ ചെവി കൊടുക്കല്ലേ ലിസൺ ചെയ്യല്ലേ ഓക്കെ he advised me ഇവിടെ നോക്കിക്കേ don't change ചെയ്ത് എന്തായിട്ട് മാറി not to listen to that rubbish. Okay, not to listen to that rubbish. Clear ആണോ? Don't change ചെയ്ത് not to ആയിട്ട് മാറി listen to that yes this എന്തായിട്ട് മാറി that rubbish ആയിട്ട് മാറി. Don't change ചെയ്ത് not to ആയിട്ട് change ചെയ്തു. Clear ആണോ? Clear? Okay, Liti, today, what is your work today? You have to go. Night duty is over. Liti, I'm asking. Yes. Okay, fine. Then, yes, Liti, say. Yes, finished. Right. Finished, so you got the off. Today is off. Yes. Today sleeping day and tomorrow off. Tomorrow off. Right. Take rest. So, then I'll give you some questions, some examples, exercise to do that. Okay. Just listen, just to write down. Okay, just to write down. Only few are there, so please try to respond me fast. Only few are here. Okay. Minnie said, I have been writing this letter. I have been writing this letter. First you identify the tense form, then you convert, then you change. Minnie said, I have been writing this letter. Minnie said, you write down these statements. Minnie said, I have been writing this letter. How it changed? How it changed? How it changed? This is not. Minnie said that. Minnie said that. Yes, good. Minnie said that. She had been writing that It's a letter. statement type question, right? It's a statement type sentence. Minnie said that. I have been writing. She had been. Yes, good. She had been writing that letter. Yes, very good. She had been writing that letter. Okay, she had been writing that letter. Okay, fine. He said, I drive the car. He said, I drive the car. Drive. You can text me also. Okay? Anyone see? Otherwise, you can text. He said, I drive the car. How can we change? He said, I drive the car. I drive the car. Drive. What is V1, V2, V3? Can you find? Can you say that? V1, V2, V3, drive. Drove, D-R-O-V-E, second form. D-R-O-V-E, then driven. D-R-I-V-E. Drove the car. Yes, very good. He drove the car. He said that he drove the car. That's good. Please respond. Very good. Okay, please respond fast. Okay, I'll be happy. Then, next one. She said, my husband is writing a letter. She said, my husband is writing a letter. She said that her husband was writing a letter. Yes, good. Her husband was writing. Okay, then what is the tense here? Present continuous changes to past continuous. Past continuous. Yes, very good, very good. Then, another case for universal truth. You can note it down. The teacher said, the sun rises in the east. The teacher said, the
Sun rises in the east. It's a universal fact. അല്ലേ? Universal fact ആണ്. Sun rise ചെയ്യുന്നത്. Sun rises in the east. So, എന്താണ്? What is the difference when we change into recorded speech? It remains the same. It remains the same. Now, give you the teacher said that, you can note it down. The teacher said that the sun rises in the east. Okay, no change will happen. Okay, no change. It remains the same. Okay, the teacher said the sun rises in the east. Same direct speech. So the answer is the teacher said that the sun rises in the east. It remains the same. അതായത് ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല. അതങ്ങനെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. Because it is a universal fact. Universal facts. അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് നമ്മൾ യൂണിവേഴ്സൽ ഫാക്ട്സ് അല്ലെ നമ്മൾ നേരത്തെ പഠിച്ചതായിരുന്നു. അല്ലെ യൂണിവേഴ്സൽ ട്രൂത്ത് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് ചേഞ്ച് വരുന്നില്ല. ഓക്കെ, then next one, he said I will return the money tomorrow. How it changed? He said I will return the money tomorrow. He said I will return the money tomorrow. He said I will return the money tomorrow. Yes, he would return the money the day after. Is good. He would return the money the day after, the next day. Okay, very good, very good. Again, he promised, he said that, you can say that. He said that he would return the money the next day. You can note it down. All are sleeping. I can see some videos. You are sleeping. You're lying down. Okay, I know the time is like that. Please keep it in your mind, or you can write it down. Okay. Then he said, I have been learning English for 2 years. He said, I have been learning English for 2 years. How can we change? Just now, please try. Just now, Yes, ma'am. I am writing the note. That's why I late. Okay, write it down. Okay, fine. And also I have some fever and headache, some Okay. issue. Okay. Very good. And where is your babies? Where is your kids? They are with you? എന്താ മനസ്സിലായോ? Where is your kids? Sleeping. They are sleeping. Also fever and cough. My God. baby. Okay. That's why some classes missing. Okay. No problem. No problem. That's why I can respond this time. Okay, fine. When you feel better, you see that recorded videos. Okay. When you feel better, Yes, ma'am. you watch that video. If you have any doubts, you can ask me. Okay. Take rest. Okay. The answer, he said that I had been learned English. Okay. I changed to what? Clear ആണോ? മിസ് പറയുന്നത് കേൾക്കുന്നുണ്ടോ? I changed to what? പേര് കുറച്ച് പറയാ. Yes. He said, I have been learning English for 2 years. He said, I have been, ഇത് പതുക്കെ പറയാം കേട്ടോ. സ്ലോവിൽ പറയാം, എഴുതിയെടുക്കുന്നല്ലേ പറഞ്ഞത്. He said, I have been learning English for 2 years.
I changed it again. He had been ആയിട്ട് ചേഞ്ച് ചെയ്യും അല്ലേ? അല്ലെ? He said that he had been learning English for 2 years. Have been ഏത് ടെൻസ് ആയിരുന്നു? Have been ഏത് ടെൻസ് ആണ്? Present. Present Present continuous. continuous. Present have been. Perfect continuous. Yes, good. Present perfect continuous tense changes to past perfect Past continuous. perfect. Yes, good. Past perfect continuous. And have been becomes what? He had been. He had been learning English for 2 years. He had been. He said that he had been learning English for 2 years. Hello, Reena. Why are you so quiet? You're I not. am here. I am here. Ah, yes. Why are not responding? You're not well? Ma'am, last class I missed. Continuously I can't hear. So not received. So I am so confused. Some What is the confusion? Why don't you ask me? teacher. Why don't you ask? Ma'am, ma'am, Yes. I was office some busy. Office work some busy. Okay. What is the confusion? Ma'am, You told me that you have some doubts. Ma'am, give me last class note. Then I am okay. You missed the last class. You missed that. Yes. Okay. Okay, fine. You And, watch. When you get time, you watch that videos. Okay, you watch that. Okay. Okay, we are. I think we are discussing about the same. We are discussing about the same. Last class I miss because I am busy You with just my try. office. You just Busy try. with my office work, so I can't listen carefully. Okay, fine. Okay, fine. Okay. If you have some time, you just watch the videos and make it clear. Next class I am clearing. Okay, fine. Okay, fine. If you have any doubts, you can ask me. Ma'am. Okay, fine. Listen. Okay, listen. Just you note it down all these things. Yes. Then he said to him, please wait here till I return. How it changed? We discussed that. What are the rules? Okay, please wait. This is a, which type of sentence is this? Which type of sentence? Imperative. Imperative sentence. We discussed the rules, how we change an imperative sentence into reported speech. He said to him, please wait. You can note it down. She said to him, please wait here till I return. How we changed. Let's make it try. He Please requested him Yes, very good. He requested to him wait till he returns. to wait Till there till he returned. Oh, returned till he returned. Okay. He returned. requested him to wait there. Here becomes the two one no. Connective right out of two one no to wait there till he returned. Clear or no? It's an imperative sentence, so that okay. We just note it down. He requested him to wait there till he returned. Varunathu vare wait cheyan paranju request cheyidu. Yes. Teacher said to the students, note it down. Teacher said to the students, don't drink this water. Don't drink this water. Teacher said to the students, don't drink this water. What is this? What is this sentence? Imperative. It's an advice. Don't drink this water. Teacher advises. Good, Ramya. Good. Teacher advice. The teacher advised the student Yes.
to not drink this water. Don't Not become what? Not Not to to, advise. not to. It is not to advise. So, teacher advised the students not to drink Drink that what? water. that water. Bad Yes, water. that water. This becomes that. Okay, this becomes that. മനസ്സിലായില്ലേ? Teacher advised the students. Teacher advised. Reporting verb advised ആണ്. Teacher advised the students not to drink that water. Teacher പറഞ്ഞു ആ വെള്ളം കുടിക്കരുതെന്ന്. ഇത്രേ ഉള്ളൂ. Teacher പറഞ്ഞു ആ വെള്ളം കുടിക്കരുതെന്ന്. Yes. സ്മിത said. അത് ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളൂ. ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചേഞ്ച് ചെയ്യുന്നു. അതിന് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. ഇതേപോലെ തന്നെ കുറച്ച് റൂൾസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. Then he said Sam is driving the car. How it says? He said Sam is driving the car. റീനക്ക് മനസ്സിലാവുന്നുണ്ടോ? Just you try. ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതായിരുന്നു. He said Sam is driving the car. Simple for a present continuous. അല്ലെ present continuous ആണ്. അത് past continuousലേക്ക് ചേഞ്ച് ചെയ്യുന്നു. He said, yes, sir. He said that Sam is drove the car. Sam was. Was out. അല്ലെ simple present ആണ്. Sorry, present continuous ആണ്. അത് past continuousലേക്ക് ചേഞ്ച് ചെയ്യും. Just now, past continuousലേക്ക് ചേഞ്ച് ചെയ്യുന്നു കേട്ടോ. Sam was ആകും. Sam was driving the car. He said that നമ്മൾ വേറൊരാളോട് റിപ്പോർട്ട് ചെയ്യുന്നത് past tenseലേക്ക് ചേഞ്ച് ചെയ്യുന്നു കേട്ടോ. അല്ലെ ഡയറക്റ്റ് കോൺവെർസേഷൻ വേറൊരാളോട് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അത് നേരെ പാസ്റ്റ് ടെൻസിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അത് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് ചേഞ്ച് ചെയ്തു. ഓക്കെ മാം ആ സെന്റൻസ് ഞാൻ സാമീസ് നെയിം ആയിട്ടുണ്ട്. ശ്യാം ഈസ് എന്നായിരുന്നു. ഓക്കെ ഞാനത് കേട്ടത് സാമി ഇല്ലേ നെയിം. സോറി My uncle said at the working girl, my uncle said, I am cooking lunch. My uncle. My uncle said, I am cooking lunch. I am cooking lunch. What is this tense form? Reena, it is the tense form. My uncle said that My uncle said that. he was cooking Yes. lunch. Lunch. Yes, good. Very good. He was cooking lunch. My uncle said that he was cooking lunch. He was cooking lunch. അതായത് present continuous, past continuous ലേക്ക് ചേഞ്ച് ചെയ്തു. Then my brother said I had already eaten. I had already eaten. ഇതെങ്ങനെ ചേഞ്ച് ചെയ്യുന്നു? My brother said I had already eaten. What is this tense form? Had eaten. Past Perfect. Past perfect. Yes, good. Past perfect എങ്ങനെയാ ചേഞ്ച് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്, ഡിസ്കസ് ചെയ്തത്. My brother said that My brother said that he had been already eaten. he had been already eaten ആണോ? Correct ആണോ? He Past perfect tense ചേഞ്ച് ചെയ്യുമ്പോ what is the rule? Past perfect tense and past perfect continuous tense. ആർക്ക് പറയാം? Who can say that? he's already eaten. Pity. What is the rule when we change past perfect tense? He was already eaten, ano? Past perfect same അല്ലേ? Yes, same ആണല്ലേ? It remains the same. അല്ലേ? Past perfect past perfect and past perfect continuous recorded speech ലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ which remains the same. അല്ല, റൂൾ അതാണ്. അത് ചേഞ്ച് ഒന്നും വരുന്നില്ല. Which remains the same. So what is the answer? But he had already eaten. He had already eaten. Yes, good. My brother said that he had already eaten. Yes, good. He had already eaten. അത് ചേഞ്ച് ഒന്നും വരുന്നില്ല കേട്ടോ.
There are he had already eaten. അതായത് പാസ്റ്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനും വ്യത്യാസങ്ങളൊന്നും വന്നില്ല. പ്രൊനൗൺ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഫ്രേസസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, വേർഡ്സും ഫ്രേസസ് എല്ലാം ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ടെൻസ് ഫോമിന് വ്യത്യാസമൊന്നും വരുന്നില്ല. ക്ലിയർ അല്ലേ? ക്ലിയർ? Mohit പേരാണ് കേട്ടോ. Mohit said Switzerland is a very beautiful country. How it says? Switzerland is a very beautiful country. Mohit said. Mohit said that Mohit said that Switzerland was a very beautiful country. Yes, good. Simple past, simple present, simple past like changes. Was on top. Switzerland was a very beautiful country. Yes, good. He said, I can do this homework. He said, I can do this homework. He said, I can do this homework. He said that he can. He said that. He can. He said that. He I can. can. He could. He could. Yes, good. He could. No, can change either down. Put down. Past like put down. No. He said that he could did this homework. He could Do this homework. This homework, he could That do homework. that homework. Yes. That. He said that he could do that homework. That this becomes that. Okay. Then Ashwini said, Ashwini, I have passed the test. I have passed the test. What is the tense? I have passed the test. Ma'am, ഒന്നും കൂടി പറയോ? Ashwini പറഞ്ഞു. Ashwini, I have passed the test. I have passed the test. എന്ത് പറയും? എങ്ങനെ പറയും? Ashwini said that she had. Yes, good. She had passed. അല്ലേ? Present perfect changed to what? Past perfect. Had passed. Had passed. Yes. Present perfect, past perfect like change ചെയ്യുന്നു. Very good. Very good. Then don't said to Anthony. Said to Anthony എന്ന് പറയുമ്പോൾ എന്ത് വരും? Told പറയും കേട്ടോ. Told. Okay. Said to വരുമ്പോൾ എപ്പോഴും told പറയും കേട്ടോ. Told. Said to. Don't said to Anthony, I will go to London tomorrow. I will go to London tomorrow. I will go to London tomorrow. John told to Anthony. Told Anthony. Tom said to becomes told. Don't told Anthony to end up. John told Anthony. I will go to London tomorrow. I would have. I becomes what? Pronoun change ചെയ്യോട്ടോ. Report ചെയ്യുമ്പോ അവൻ എന്നല്ലേ പറയുള്ളൂ. He. Don't told Anthony. He. I will go to London tomorrow. I will go to London. അതെങ്ങനെ ചെയ്യും? I will go to London tomorrow. He would go to. Go to. He would go London. to London tomorrow. Yes. Yes. Tomorrow എന്നുള്ളത് The day after. The day after. Day after. The day after, the following day, the next day. Okay? You can use. You can write. He would, will, Mari, would ആയിട്ട് change ചെയ്യുന്നു കേട്ടോ. He would go to London the day after. Okay, the next day. Anish said to Raj. Anish said to Raj, please lend me the book. Please lend me the book. Anish said to Raj, please lend me the book. please
ലെൻഡോ എന്താ പറഞ്ഞ ലെൻഡ് കടം തരിക. LEND ലെൻഡ് കേട്ടോ. പ്ലീസ് ലെൻഡ് മീ the book. LEND lend കേട്ടോ. Anish said to Raj, please lend me the book. Lend me Anish told Raj. ഇത് നോക്കിക്കേ, please lend me the book. What is that sentence? Imperative. Please വന്നിട്ടുണ്ട്. അപ്പൊ എന്തെന്നത്? Requested. Yes, requested. Anish requested Raj. Okay, Anish requested Raj. പിന്നെ എന്ത് വേണം? Please lend me the book. അവിടെ എന്ത് വേണം? To. Yes, good. To Lend him lend. Very good, very good. Lend him the book. മനസ്സിലായില്ലേ? അനീഷ് റിക്വസ്റ്റഡ് രാജ്, അപേക്ഷിച്ചു അല്ലെ? അനീഷ് റിക്വസ്റ്റഡ് രാജ് ടു ലെൻഡ് ഹിം ദ ബുക്ക്. ലെൻഡ് ഹിം, നീ എന്നുള്ളത് എനിക്ക് തരുന്ന അവന് കൊടുക്കൂ എന്ന് പറയുന്നു കേട്ടോ. അവൻ കടം ചോദിക്കുക അല്ലെ? ടു ലെൻഡ് ഹിം ദ ബുക്ക്. അല്ലെ, അവന് കടം കൊടുക്കാൻ പറഞ്ഞു അല്ലെ? റിക്വസ്റ്റ് ചെയ്തു ആണ് അവിടെ വരുന്നത്. അനീഷ് റിക്വസ്റ്റഡ് രാജ് ടു ലെൻഡ് ഹിം, അവന് കൊടുക്കുവാൻ. ടു ലെൻഡ് ഹിം ദ ബുക്ക് പറഞ്ഞു കേട്ടോ. ബുക്ക് കൊടുക്കുവാൻ അപേക്ഷിച്ചു എന്നുള്ളൊരു മീനിങ്ങിലാണ് വരുന്നത്. ക്ലിയർ ആണോ? My mother said to me, help me carry this bag. My mother said to me, help me carry this bag. My mother said to me, help me carry this bag. What is this sentence? What is this sentence? Kind of sentence. Identify that. My mother requested. Yes, very good. My mother requested me. എന്നോട് റിക്വസ്റ്റ് ചെയ്തു അല്ലേ? My mother requested me. Help me carry that bag. To help. Carried. To help To help. Help her. Yes. To help her. അല്ലെ? അമ്മ എന്നോട് റിക്വസ്റ്റ് ചെയ്തു, അവരുടെ അമ്മ. യെസ്. carry that bag. My mother എന്നുള്ളത് അവിടെ വേണമെങ്കിൽ my mother requested me to help her carry that bag. To help her carry that bag. Requested me to help her carry that bag. This bag മാറി that bag ആയിട്ട് മാറുന്നു. This bag, that bag. Yes. Clear ആണോ? Imperative sentence, then statement type sentence എല്ലാം നമ്മൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇനി there are two types of sentences left that are what? Exclamatory and interrogative. What is interrogative type sentence? That means questions. WH questions and yes or no questions. Yes or no questions, WH questions അതെല്ലാം എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് റൂൾസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്, പ്ലീസ് വെയിറ്റ്. മാം സ്ക്രീൻ കാണുന്നില്ല. വരും, വെയിറ്റ് ചെയ്യണേ. കാണുന്നുണ്ടോ? Okay. Then changing questions into recorded speech. അല്ലെ? Questions എങ്ങനെയാണ് recorded speechലേക്ക് ചേഞ്ച് ചെയ്യുന്നത്? Rules. Add reporting words like asked, enquired, demanded. ഇങ്ങനെയുള്ള ഒരു റിപ്പോർട്ടിംഗ് വേർഡ്സ് ആണ്. ഇങ്ങനെയുള്ള, അതായത് നമ്മൾ നേരത്തെ റിപ്പോർട്ടിംഗ് വേർഡ്സ് കുറെ കണ്ടു. റിക്വസ്റ്റ് ആണ്, റിക്വസ്റ്റഡ്, കമാൻഡഡ്, ഓർഡേഡ്, അഡ്വൈസ്ഡ്, said, told. അല്ല, റിപ്പോർട്ടിംഗ് വേർഡ്സ് ആണുള്ളത്. ഇവിടെ എങ്ങനെയാണ് റിപ്പോർട്ടിംഗ് വേർഡ്സ്? ആസ്ക്ഡ്, ചോദിക്കുകയാണ് അല്ലെ? Say question. So we use what? Asked. Reporting verbs such as asked, enquired, അന്വേഷിക്കുക അല്ലെ, demanded അല്ലെ, ഇങ്ങനെയുള്ള റിപ്പോർട്ടിംഗ് വേർഡ്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇന്ററോഗേറ്റീവ് സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ റിപ്പോർട്ടിംഗ് വേർഡ്സ് ഏതാ ഉപയോഗിക്കുന്നത്? ആസ്ക്ഡ്, എൻക്വയർഡ്, ഡിമാൻഡഡ്. ഓക്കെ,
Then next one, the question words such as who, whom, അതായത് question words അതെല്ലാം എന്താകുന്നു become connective words in reported speech. Reported speechലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അതാണ് ഇവിടുത്തെ connective word. മനസ്സിലായോ? കണക്റ്റീവ് വേർഡ് നേരത്തെ നമ്മൾ ടു ഉപയോഗിച്ചു, ദാറ്റ് ഉപയോഗിച്ചു. അതേപോലെ ഇവിടെ കണക്റ്റീവ് വേർഡ് ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിക്കുന്നത്. അതായത് ക്വസ്റ്റ്യൻ WH ക്വസ്റ്റ്യൻസ് അല്ലെ, അതെല്ലാം വരുന്നത് കണക്റ്റീവ് വേർഡ് ആയിട്ട് ഉപയോഗിക്കുന്നു കേട്ടോ. നോക്കിക്കേ എക്സാമ്പിൾ നോക്കി. സുരേഷ് said who can help me. Who can help me? ആരെന്നെ സഹായിക്കാൻ ആർക്ക് പറ്റും അല്ലെ, ആരെന്നെ സഹായിക്കുന്ന ഒരു മീനിങ് ഹു ക്യാൻ ഹെൽപ്പ് മീ. അതെങ്ങനെ വന്നു റിപ്പോർട്ട് ചെയ്യുമ്പോ എങ്ങനെ വന്നു നോക്കി. സുരേഷ് ആസ്ഡ്, ചോദിക്കുകയാണ്, സോ ദാറ്റ് ആസ്ഡ് റിപ്പോർട്ടിംഗ് വേർഡ് എന്തായിട്ട് വന്നു. സുരേഷ് ആസ്ഡ് ഹു കുഡ് അല്ലെ, കണക്റ്റീവ് വേർഡ് ആയിട്ട് അവിടെ വന്നിരിക്കുന്നത് ഹു ആണ്. കണ്ടോ, ഹു ആണ് കണക്റ്റീവ് വേർഡ് ആയിട്ട് വന്നിരിക്കുന്നത്. സുരേഷ് ആസ്ഡ് ഹു ക്യാൻ ബിക്കം വാട്ട്, കുഡ് ആയിട്ട് ചേഞ്ച് ചെയ്തു. ഹു കുഡ് ഹെൽപ്പ് ഹിം, നീ ഹിം ആയിട്ട് മാറി. ആരെന്നെ സഹായിക്കും, ആർക്ക് എന്നെ സഹായിക്കാൻ പറ്റും അല്ലെ. ഹു കുഡ് ഹെൽപ്പ് ഹിം, അവൻ ചോദിച്ചു, ഹി ആസ്ഡ് അല്ലെ, സുരേഷ് ആസ്ഡ് ഹു കുഡ് ഹെൽപ്പ് ഹിം. മനസ്സിലായോ? കണക്റ്റീവ് വേർഡ് ആയിട്ട് അവിടെ ഒരു ക്വസ്റ്റ്യൻ വേർഡ് തന്നെയാണ് കണക്റ്റീവ് വേർഡ് ആയിട്ട് ഉപയോഗിച്ചത്. ക്യാൻ എന്തായിട്ട് മാറി, കുഡ് ആയിട്ട് മാറി, നീ ഹിം. മനസ്സിലായോ? റിപ്പോർട്ടിംഗ് വർബ്സ് ആസ്ഡ്, എൻക്വയർഡ്, ഡിമാൻഡഡ് അല്ലെ, ഏതാണോ അത് ചേഞ്ച് ചെയ്യുന്നു. Then next one is അല്ലെ question words what, whom, whose, which, when, where, how. ഇതെല്ലാം എന്തായിട്ട് മാറുന്നു, കണക്റ്റീവ് വേർഡ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു. കണക്റ്റീവ് വേർഡ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇത് മനസ്സിലായോ? ഹു ക്യാൻ ഹെൽപ്പ് മീ അല്ലെ, സുരേഷ് said, അത് റിപ്പോർട്ടിംഗ് വേർഡ് എന്തായിട്ട് വന്നു, ആസ്ഡ് എന്ന് ചോദിച്ചല്ലേ. സുരേഷ് ആസ്ഡ് ഹു കുഡ് ഹെൽപ്പ് ഹിം. Who could help him. മനസ്സിലായോ? ക്ലിയർ ആണോ? Then next one. Okay, next one. Sorry, Gina said to me, what are you doing? അല്ലെ, Gina said to me, what are you doing? നീ എന്താ ചെയ്യുന്നേ? അതെങ്ങനെ ചേഞ്ച് ചെയ്തു? Gina asked me what I was, subject question വേർഡിന് ശേഷം വന്നു കേട്ടോ. What are you doing? What I was doing അല്ലെ, ടെൻസ് ഫോം. Are you doing ഏതാണ്? What are you doing അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അത് ചേഞ്ച് ചെയ്ത് പാസ്റ്റിലോട്ട് ചേഞ്ച് ചെയ്യുന്നു കേട്ടോ. What I was doing ആയി. സബ്ജക്റ്റിന് നേരെ നമ്മൾ ഓക്സിലറിക്ക് മുമ്പ് ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം സബ്ജക്ട് വന്നു. I was doing. ക്ലിയർ ആണോ? Gina asked me what I was doing. ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് അവൾ ചോദിച്ചു. What I was doing. ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് കണക്റ്റീവ് വേർഡ് ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ചേഞ്ച് ചെയ്തു കേട്ടോ. മനസ്സിലായോ? കണക്റ്റീവ് വേർഡ് അവിടെ ക്വസ്റ്റ്യൻ വേർഡ് ആണ്. What I was doing. കുറച്ചുകൂടെ എക്സാമ്പിൾസ് ഒക്കെ ചെയ്യുമ്പോൾ ക്ലിയർ ആകും കുറച്ചുകൂടെ കേട്ടോ. മനസ്സിലായോ? ഇതൊരു ക്വസ്റ്റ്യൻ വേർഡ് അല്ലെ, ക്വസ്റ്റ്യൻ ടൈപ്പ് വരുമ്പോഴാണ്, WH ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് ഇങ്ങനെ വ്യത്യാസം വരുന്നത്. Then next one, the other type of question is yes or no type ആണ് അല്ലെ, yes or no questions ആണ്. അവിടെ എന്താണ് വ്യത്യാസം? ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? ഫസ്റ്റ് റിപ്പോർട്ടിംഗ് വേർഡ്സ് ആഡ് ചെയ്യണം. Then next one, കണക്റ്റീവ് വേർഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് ഇവിടെ കണക്റ്റീവ് വേർഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. കൺഫ്യൂഷൻ ആവുന്നുണ്ടോ എല്ലാം കൂടി കേട്ടിട്ട്? Excuse me, are you there? No, ma'am, clear ആണ്. ക്ലിയർ ആണോ? ഒന്നുകൂടി നമുക്ക് എക്സാമ്പിൾസ് നോക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും കേട്ടോ. കുറച്ചുകൂടി എക്സാമ്പിൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, കുറച്ചുകൂടി ക്ലിയർ ആകും. Then Gina said, okay, fine. So the next one is if it is a yes or no question. Yes or no question വരുമ്പോ, അതായത് yes or no question ചോദിക്കുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് വരുന്നത് ഓക്സിലറീസ് ആണ് അല്ലെ. ഫസ്റ്റ് വരുന്നത് ഓക്സിലറീസ്. Can you help me? Okay. Are you going anywhere? അല്ലെ, നമ്മള് ഓക്സിലറീസ് ആണ് ഫസ്റ്റ് yes or no question ചോദിക്കുമ്പോൾ. Do you like tea? അല്ലെ, നമ്മളത് കുറെ നമ്മൾ നോക്കിയതാണ് നേരത്തെ. yes or no questions and question word type questions ഒക്കെ.
Then if it is a yes or no question, if or whether is used as a connective word. നേരത്തെ പറഞ്ഞു WH question word ആണ് അല്ലെങ്കിൽ ഏതാ question word വരുന്നത് അതാണ് നമ്മൾ connective word ആയിട്ട് ഉപയോഗിച്ചത്. ഇവിടെ നമ്മൾ yes or no question ആണെങ്കിൽ if or whether ഉപയോഗിക്കുന്നു. if അല്ലെങ്കിൽ whether ഉപയോഗിച്ച് പറയുന്നു. connective word ആയിട്ട് ഉപയോഗിക്കുന്നു. Clear ആണോ? If or whether is used as a connective word. Clear ആണോ? The subject of the indirect statement should come just after if or whether. Subject നമ്മൾ ifന് ശേഷം വരുന്നതാണ് പറഞ്ഞത്. Subject ifന് ശേഷം വരും. Clear ആണോ? ഇവിടെ എക്സാമ്പിൾ നോക്കിക്കോ. ഭാവന said to me. ഭാവന said to me. said to change ചെയ്ത് asked. അല്ലെ asked ആയിട്ട് മാറി ചോദിക്കുകയാണ്. It's a question. That's why reporting verb is asked. Okay, ഭാവന said to me എന്നോട് ചോദിച്ചു. Will you give me your pen? Will you give me your pen? അല്ലെ ഫസ്റ്റ് ഓക്സിലറി ആണ് വരുന്നത്. So it is a yes or no question. ഇതൊരു yes or no question ആണ്. നീ നിന്റെ പെൻ എനിക്ക് തരുമോ? Will you give me your pen? How it change? എങ്ങനെയാണ് അത് ചേഞ്ച് ചെയ്തത്? ഭാവന asked me അല്ലെ if അല്ലെങ്കിൽ whether കണക്റ്റീവ് വേർഡ് ആയിട്ട് വരുന്നു. ഭാവന asked me if അല്ലെ സബ്ജക്റ്റ് ഇവിടെ ഏതാ യു ആണ് വന്നിരിക്കുന്നത് അല്ലെ അവള് അല്ലെ if I അവൾ എന്നോട് ചോദിക്കുന്നു. ഭാവന asked me if യു എന്നുള്ളത് ആരാണ്? ഐ ആണ് അല്ലെ യു നീ കൊടുക്കുമോ അല്ലെ നീ എനിക്ക് തരുമോ നിന്റെ പേന നീ എനിക്ക് തരുമോ എന്ന് ഭാവന ചോദിച്ചു. അപ്പൊ ഞാൻ അത് റിപ്പോർട്ട് ചെയ്യുമ്പോ എന്നോട് അവള് ചോദിച്ചു അല്ലെ ഇഫ് ഐ വുഡ് ഞാൻ കൊടുക്കുമോ എന്ന് അവൾ എന്നോട് ചോദിച്ചു. ഇഫ് ഐ വുഡ് ഗിവ് ഹർ മൈ പെൻ. മനസ്സിലായോ? ഇഫ് ഐ വുഡ് ഗിവ് ഹർ അവൾക്ക് കൊടുക്കുമോ എന്ന് അവൾ എന്നോട് ചോദിച്ചു എന്ന് വരും. കേട്ടോ? മൂന്നാമത് ഒരാളോട് റിപ്പോർട്ട് ചെയ്യുമ്പോ ഭാവന എന്നോട് ചോദിച്ചു. ഭാവന asked me if I would give her my pen. മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഭാവന said to me. Okay, ഭാവന said to me, will you give me your pen? Direct speech ൽ അവർ തമ്മിലുള്ള conversation. Will you give me your pen? നീ നിന്റെ പേന എനിക്ക് തരുമോ? Will you നീ നിന്റെ പേന എനിക്ക് തരുമോ എന്ന് ഭാവന എന്നോട് ചോദിച്ചത് ഞാൻ വേറൊരാളോട് റിപ്പോർട്ട് ചെയ്യുമ്പോ ഇങ്ങനെ പറയാം. ഭാവന asked me എന്നോട് ചോദിച്ചു if I would ഞാൻ കൊടുക്കുമോ എന്ന് ചോദിച്ചു. If I would give her my pen. If I would give her my pen. Clear ആണോ? കൺഫ്യൂഷൻ ആയോ? മൊത്തം കേട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് ബേസ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇഫ് ഐ വുഡ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇഫ് അല്ലെങ്കിൽ വെദർ ചേർക്കും. ഓക്കെ, ഇഫ് അല്ലെങ്കിൽ വെദർ ചേർക്കും. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആകും. സ്മിത said to the teacher, could you please repeat it? അതൊരു yes. Could you please repeat it? It's a question. Could you please repeat it? Repeat ചെയ്യുമോ? Smita said to her teacher, could you please repeat it? How it changed? How it changed? Please try. Excuse me. Please try. Smita said to the teacher, could you please repeat it? Smita asked. Yes. Smita asked her teacher. Yes, ask the teacher. Yes, good. It's a then what is the connective word? She can. Whether. Whether is good. Whether. For whether we can use whether. You becomes what? She. Yes, very good. She. Whether she. Whether she could repeat that. She can. That. Yes, good. Yes, good. Whether she Whether. could repeat that. Okay, it or that we can use. Okay, whether she could repeat that. അതൊന്ന് റിപ്പീറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു കേട്ടോ. Whether she could repeat that. Smita requested. Sorry,
Smita asked the teacher. Smita asked the teacher. ചോദിച്ചു asked the teacher whether she could അവൾക്ക് repeat ചെയ്യാൻ പറ്റുമോ അല്ലെ whether she could repeat that. Whether she could repeat that. മനസ്സിലായോ? Whether she could repeat that. നമ്മൾ കുറച്ചുകൂടി എക്സാമ്പിൾസ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഒന്നുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആകും. ഓക്കെ, shall we wind up today's session? Okay, ma'am. Thank you. Ma'am, note ഇടാൻ മറക്കരുത് ma'am. ഓക്കെ, ഞാൻ പറയാം കേട്ടോ. ശരി. അതല്ലേ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഒക്കെ അല്ലേ രണ്ടാമത്തെ നോട്ട് കാണിച്ചതല്ലേ വരാത്തത്? Last class or today class? എന്താ Last class. ഓക്കെ, ഒരു നോട്ട് വന്നു അല്ലേ നിങ്ങൾക്ക്? ഒരു നോട്ട് വന്നു, ഒരു നോട്ട് എടുക്കാതെ. ഓക്കെ മിസ് പറയാട്ടോ. ശരി, ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you so much. Thank you, ma'am. ഓക്കെ.